ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പാവയ്ക്ക കൊണ്ടുള്ള റെസിപ്പി നോക്കാം. അഹാന ഇൻസ്പയർഡ് റെസിപ്പിയാണ് പാവയ്ക്ക സൂഫ്ലെ. ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് എടുത്തിട്ട് അത് വേവിക്കാൻ വെക്കണം. അത് കഴിഞ്ഞാൽ ഇതേ പാവയ്ക്ക ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി, പിന്നെ പഞ്ചസാരയാണ് ഇടുന്നത്. പഞ്ചസാര ഇതിൻ്റെ മെയിൻ ഐറ്റമാണ്. പുളിവെള്ളം, പിന്നെ ശർക്കര വേണ്ടവർക്ക് ശർക്കര ഇടാം കേട്ടോ. ആ റെസിപ്പിയിൽ പഞ്ചസാര ആയിരുന്നു, അപ്പോൾ ഞാനും പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അത് വേവിക്കാൻ വെക്കുക. എന്നിട്ട് തേങ്ങയും അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയിട്ട് ചൂടാക്കിയിട്ടുള്ളതാണ്, അത് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അപ്പോഴേക്കും നമ്മുടെ പാവയ്ക്ക് അത് വെന്തിട്ടുണ്ടായിരിക്കും. ഞാൻ ചട്ടിലേക്ക് മാറ്റി അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കാൻ പാടില്ല. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, ഓഫ് ചെയ്യുക. പിന്നെ നമുക്ക് താളിക്കണം. അതിലേക്ക് ചെറിയുള്ളിയും വേപ്പിൻ്റെ ഇലയാണ് ഇടുന്നത്. നന്നായിട്ട് താളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചോറും കുറേ കറി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പിടി പിടിച്ചാൽ അടിപൊളിയാണ്.